ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ പ്രണയം നടിച്ച് മതം മാറ്റുന്നുവെന്ന് ആരോപിച്ച് 2009 കേരള ഹൈക്കോടതിയിൽ ചില ഹർജികൾ സമർപ്പിക്കപ്പെട്ടതോടെയാണ് ലവ് ജിഹാദ് എന്ന പദം ആദ്യമായി നമ്മൾ കേട്ടു തുടങ്ങിയത്. പിന്നീട് ഹൈക്കോടതി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകി. പ്രണയവിവാഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ നിർബന്ധിത മതപരിവർത്തനമോ ലവ് ജിഹാദ് എന്ന പേരിൽ ആസൂത്രിതമായ ഗൂഢാലോചനയോ ഉള്ളതായി തെളിവില്ലെന്നായിരുന്നു അന്ന് പോലീസ് റിപ്പോർട്ട്. പിന്നീട് 2017 ഹാദിയ കേസ് ഉൾപ്പെടെയുള്ള വിവിധ സംഭവങ്ങളിലൂടെ ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്ക് വഴിതെളിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരള സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ ലവ് ജിഹാദ് ആരോപണം വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിച്ചതാണ്. ഒടുവിൽ ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തോടെ മതത്തിൻ്റെ മറവിലുള്ള പ്രണയക്കെണി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. എന്താണ് സാവരിയയ്ക്ക് സംഭവിച്ചത്? ആലപ്പുഴ സ്വദേശിനിയായ പെൺകുട്ടി പ്രണയക്കെണിയുടെ ഇരയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയെ സഹപാഠി തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ? ഹരിപ്പാട് സ്വദേശിനി സാവരിയെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നും എതിർത്തപ്പോൾ കൊലപ്പെടുത്തിയെന്നുമുള്ള കുടുംബത്തിൻ്റെ ആരോപണം ഗൗരവമുള്ളതാണ്. മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയുടെ മരണകാരണം തലച്ചോറിലെ രക്തസ്രാവമെന്ന് പ്രാഥമിക നിഗമനം. തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിൻ്റെ അടയാളമുണ്ട്. നട്ടലിനും പുറത്തും വയറ്റിലും ക്ഷതമേറ്റതുപോലുള്ള പാടുകളുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കേസിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. നാട്ടിലെത്തിച്ച മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ 2 തവണ അടിച്ചതിന്റെ അടയാളമുണ്ട്. പുറത്തും വയറ്റിലുമടക്കം ശക്തമായ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും നട്ടലിന് പൊട്ടലുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇഞ്ചുറി കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാത്രമാണ് അവർ വെച്ചേക്കുന്നത്. അതിനകത്തുള്ള ഈ ബ്രൂസ് മാർക്സും ബ്രൂട്ടലി അവളെ അടിച്ചേക്കുന്ന മാർക്സിന്റെ ഒന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല. കോളേജ് അധികൃതർ വന്നു, അവർ ജസ്റ്റ് എല്ലാവരും വന്നു, അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സഹായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പിതാവിന്റെ പരാതിയിലാണ് ഹരിപ്പാട് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. സാവരിയെ കൊലപ്പെടുത്തിയ സഹപാഠിയും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനമിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാവരിയെ മതം മാറാൻ സദറുൽ അനം നിർബന്ധിച്ചിരുന്നുവെന്നും അത് പെൺകുട്ടി എതിർത്തതാണ് അതിക്രമത്തിന് കാരണമായതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. അന്വേഷണത്തിന്റെ ഭാഗമായി സാവരിയയുടെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. എംബസി വഴി കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കൊലക്കുറ്റം ചുമത്തപ്പെട്ട പ്രതിയുടെ രക്ഷിതാക്കൾ നാട്ടിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയിരുന്നു. മകന് നിയമസഹായം ലഭ്യമാക്കാനും ഇവർ ശ്രമം നടത്തുന്നുണ്ട്. കേസിൽ പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്ന ആശങ്കയിലാണ് സാവരിയയുടെ ബന്ധുക്കൾ. ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിൽ മദ്യപാനത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ബന്ധുക്കളോ തമ്മിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴുള്ള നിസ്സാര തർക്കങ്ങളാണ് പലപ്പോഴും ക്രൂരമായ കൊലപാതകങ്ങളിൽ അവസാനിക്കുന്നത്. എറണാകുളം മുളന്തുരുത്തിയിൽ മദ്യപാനത്തിലുണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ 3 അംഗ സംഘം കൊലപ്പെടുത്തി. തിരുവനന്തപുരം സ്വദേശിയായ 45-കാരൻ മുജീബാണ് കൊല്ലപ്പെട്ടത്. മുജീബിന്റെ സഹപ്രവർത്തകരായ രഞ്ജിത്ത്, രാജു, സുമേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുളന്തുരുത്തി പ്രദേശത്ത്
പ്രദേശത്ത് ജോലിക്കായി താമസിച്ചിരുന്ന മുജീബും ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരും ചേർന്ന് മദ്യപിക്കുന്നതിനിടെയാണ് വാക്ക് തർക്കമുണ്ടായത്. തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും മുജീബിനെ തലയ്ക്ക് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുജീബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് മുളന്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുജീബിനൊപ്പം ജോലി ചെയ്തിരുന്ന രഞ്ജിത്ത്, രാജു, സുമേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആക്രമണത്തിന് ഉപയോഗിച്ച വസ്തുവും സംഭവത്തിന്റെ കൃത്യമായ കാരണവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. സാമ്പത്തികമായ ചതിയും ചൂഷണവും മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത പക സൃഷ്ടിക്കാറുണ്ട്. ചെറിയ തുകയ്ക്കും വേണ്ടി കൊല്ലും കൊലയും നടത്തുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ മാറുന്നത്? മനസ്സിൽ പ്രതികാര ചിന്തയോടെ നടക്കുന്നവർ ആരെയും ആക്രമിക്കാൻ മടിക്കില്ല. കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിൻ്റെ പേരിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത്. യുവതിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാലിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടക ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ അബ്ദുൽ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 5:30 മണിയോടെ മൊഗ്രാൽ റെയിൽവേ അടിപ്പാതയിലാണ് സംഭവം. തേപ്പു മേസ്ത്രിയായ അബ്ദുൽ ഗഫൂർ പതിവ് പോലെ ക്വാർട്ടേഴ്സിൽ നിന്നിറങ്ങി ദേശീയപാതയിലേക്ക് നടന്നു പോവുകയായിരുന്നു. റെയിൽവേ അടിപ്പാതയിലെത്തിയപ്പോൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ പതിയിരുന്ന 4 അംഗ സംഘം ചാടി വീണ് തടഞ്ഞു നിർത്തി. ഇതിനിടയിൽ ഒരാൾ അബ്ദുൽ ഗഫൂറിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയും മറ്റൊരാൾ തീ കൊളുത്തുകയുമായിരുന്നു. തീ ആളിപ്പടർന്നതോടെ അബ്ദുൽ ഗഫൂറിനെ ഉപേക്ഷിച്ച് അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. യുവാവിന്റെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികൾ തീ അടച്ച ശേഷം ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. അബ്ദുൽ ഗഫൂർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. തമ്മിൽ കത്തി ഓരോ പൈസ എഞ്ചിനീയറോട് കിട്ടിട്ടോ കിട്ടാതെ ഞങ്ങൾ പയ്യെ തരാജല്ലോ നയിച്ചിരിക്കും തരാജല്ലോ. അപ്പൊ ആ പെണ്ണുങ്ങൾ എപ്പോ തരുന്നു ചെല്ലിട്ട് ബാങ്ക് നമ്പറിൽ പോലീസിനെ വിളിച്ചു. അപ്പൊ പോലീസ് പറഞ്ഞു 3000 രൂപ തരുന്നത് ഇത്ര ബാലൻസ് ഇത്ര ബാക്കി വെച്ചിനല്ലേ ഇത്ര ദിവസം പെൻഡിങ്ങില് അതിന്റെ 15,000 രൂപ നിങ്ങൾ ബയ്യായിട്ട് ജാസ്തി കൊടുക്കാൻ വരുമോ ശരി. അപ്പൊ ഞങ്ങൾ എന്തില്ലാത്ത ഒരാള് ആള് ഞങ്ങൾ അമ്മ ജീവിക്കുന്നത് പണിയെടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്നത്. ശരവണൻ, ലിംഗം, മേരി, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് അക്രമം നടത്തിയെന്ന് അബ്ദുൽ ഗഫൂർ പറഞ്ഞു. തേപ്പ് മേസ്ത്രിയാണ് അബ്ദുൽ ഗഫൂർ. സീതാംകോളിയിലെ ഒരു കെട്ടിടത്തിന്റെ തേപ്പ് ജോലി ചെയ്ത വകയിൽ അക്രമി സംഘത്തിന് 3000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ജോലി ഏൽപ്പിച്ച എഞ്ചിനീയർ 18,000 രൂപ നൽകാനുണ്ട്. ഇത് കിട്ടിയാൽ കൊടുക്കാമെന്ന് തൊഴിലാളികളെ അറിയിച്ചിരുന്നതായും അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പോലീസുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അക്രമത്തിന് ഇരയായ അബ്ദുൽ ഗഫൂർ കൂട്ടിച്ചേർത്തു. അക്രമി സംഘത്തിനായി കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു. തളങ്കര മാലിക് ദിനാർ പള്ളിക്ക് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് മേരിയും മറ്റുള്ളവരും താമസം. പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. കൂടെപ്പിറപ്പുകളെന്നാൽ വെറും രക്തബന്ധം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന കരുത്താണ്. ഇങ്ങനെ കൂടെപ്പിറപ്പിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയിലേക്കാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞതോടെ അവൻ്റെ സ്വഭാവം മാറി. പിന്നെ സഹോദരി അവനൊരു ബാധ്യതയായി. എറണാകുളം ആലങ്ങാട് സ്വന്തം പെങ്ങളെ തല്ലിച്ചതച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ജോയ്സന്റെ ക്രൂരതകൾ എല്ലാവരും അറിഞ്ഞത്. സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചാണ്
സഹോദരി ജോമോളെ ജോയ്സനും ഭാര്യയും ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് മർദ്ദനത്തിന് കാരണം കുടുംബ പ്രശ്നമെന്നാണ് പറയുന്നത്. നീ വിളിക്കണേതിനാ? ഇറങ്ങ് ബാ, ഇറങ്ങ് വിളിക്കണേതിനാ? ആലങ്ങാട് സ്വദേശിനിയായ ജോമോളാണ് ആക്രമണത്തിന് ഇരയായത്. സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് സഹോദരൻ ജോയ്സണും ഭാര്യയും ചേർന്ന് ജോമോളെ മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ജോമോളെ പിടിച്ചു വലിക്കുകയും അടിക്കുകയും ചെയ്യുന്നതാണുള്ളത്. ആക്രമണത്തിനിടെ യുവതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ജോമോളെ ഇറങ്ങ് ജോമോളെ ഇറങ്ങ്. മതി, നിർത്തിട്ട് ഇറങ്ങ്. എടി ഇറങ്ങ, വിട്. എടി ഫോൺ അവരെടുക്കട്ടെ. ജോമോളെ വിട്. സംഭവത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എഫ്ഐആർ പ്രകാരം ജോമോൾക്കെതിരായ സ്വർണ്ണമോഷണ ആരോപണത്തിന് അടിസ്ഥാനമില്ല. വ്യാജ ആരോപണം ഉന്നയിച്ചാണ് മർദ്ദിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കുടുംബത്തിനുള്ളിൽ ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന വീഡിയോയും മറ്റു തെളിവുകളും പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളുടെ ആധികാരികതയും സംഭവത്തിന്റെ മറ്റു വശങ്ങളും പോലീസ് പരിശോധിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ആലുവ വെസ്റ്റ് പോലീസ് അറിയിച്ചു. നീ വിളിക്കണേതിനാ? ഇറങ്ങ് ബാ, ഇറങ്ങ് വിളിക്കണേതിനാ? ന്യൂസ് 18 കൊച്ചി. ലഹരി തലയ്ക്ക് പിടിച്ചാൽ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്ന ചെറുപ്പക്കാരെ കാണാറില്ലേ? പിന്നെ കാണുന്നവരെല്ലാം അസഭ്യം പറയുകയും യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തുകയും ചെയ്യും. വൈക്കം പൂത്തോട്ടയിൽ കള്ള് ഷാപ്പിൽ വെച്ചുള്ള വാക്കുതർക്കം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. തെക്കൻ പറവൂർ സ്വദേശികളായ യുവാക്കളുടെ ആക്രമണത്തിൽ ഒരു ഇതര സംസ്ഥാനക്കാരന് സാരമായി പരിക്കേറ്റു. വിദ്യാർത്ഥികൾക്ക് നേരെയും അവർ ആക്രമണം നടത്തി. വൈക്കം പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ ഒളിവിലാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ പൂത്തോട്ടയിലെ കള്ളുഷാപ്പിൽ വെച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തെക്കൻ പറവൂർ സ്വദേശികളായ അർജുനും സുഹൃത്തും ചേർന്ന് ഷാപ്പിലെ കറിയെ ചൊല്ലി ജീവനക്കാരുമായി വഴക്കിട്ടു. പിന്നീട് പുറത്തിറങ്ങിയ ശേഷം നാട്ടുകാരെ അസഭ്യം പറഞ്ഞു. അതിനിടെയാണ് ഇതര സംസ്ഥാനക്കാരനായ സീതാറാം സഹനിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതികൾ ബീഹാർ സ്വദേശി സീതാറാമിനെ കത്തികൊണ്ട് കുത്തി. 4 വർഷമായി പൂത്തോട്ടയിലെ JCB ഓപ്പറേറ്ററായി പ്രവർത്തിച്ചു വരികയാണ് സീതാറാം. അതിനിടെയാണ് അക്രമ സംഭവം. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ സീതാറാം ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിനു ശേഷം സൈക്കിളിൽ ട്യൂഷൻ പോകുകയായിരുന്ന വിദ്യാർത്ഥിക്ക് നേരെയായി പ്രകോപനം. സംഭവത്തിൽ വൈക്കം പോലീസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്നും സ്ഥിരം പ്രശ്നക്കാരാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 വൈക്കം. ആഭ്യന്തര വകുപ്പിനും പോലീസ് തലപ്പത്തും എത്ര മാറ്റങ്ങൾ ഉണ്ടായാലും കാക്കിയിട്ടവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? പല ഉദ്യോഗസ്ഥരുടെയും വായിൽ നിന്ന് കേട്ടാലറക്കുന്ന തെറിയാണ് വരുന്നത്. കസ്റ്റഡിയിൽ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന പ്രവണതയ്ക്കും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. കാസർഗോഡ് ബദിയടുക്കയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. അടയ്ക്ക മോഷണക്കേസിലെ പ്രതിയാണെന്ന് ആരോപിച്ച് ഏത്തടുക്ക സ്വദേശി അജിത് കുമാറിനെയാണ് തല്ലിച്ചതച്ചത്. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ മോഷ്ടാവുമായി സാമ്യമുണ്ടെന്ന പേരിലായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. മോഷണക്കേസിൽ പിന്നീട് യഥാർത്ഥ 3 പ്രതികളും പിടിയിലാണ്.
ജൂലൈ 2-ന് ഏത്തടുക്കയിലെ ഇബ്രാഹിമിന്റെ ഗോഡൌണിൽ നിന്ന് 215 കിലോ അടക്ക മോഷണം പോയിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഡ്രൈവറായ ഏത്തടുക്ക ആനേപ്പള്ളിയിലെ അജിത് കുമാറിന് ബുധനാഴ്ച രാത്രി 7 മണിയോടെ പോലീസ് വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അജിത്തിന്റേതാണെന്ന് കരുതിയായിരുന്നു പോലീസ് നടപടി. കാറിൽ കയറിയ ഉടൻ പോലീസ് അടക്ക മോഷ്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അജിത്ത് നിഷേധിച്ചു. ഇതിനിടെ കുറ്റം ഏൽക്കാനാവശ്യപ്പെട്ട് പോലീസ് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കാറിലും സ്റ്റേഷനിലും വെച്ചും മർദ്ദിച്ചുവെന്നും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ലെന്നും അജിത് കുമാർ പറഞ്ഞു. കളവ് കേസിൽ CCTV ഫുട്ടേജിൽ നിന്നെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കാണുന്ന സമയത്ത് എന്നെ പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവര് അതിനെ പിടിച്ചിട്ട് എല്ലാ കേസ് എന്റെ തലക്കിടുക ഇടാൻ വേണ്ടിയിട്ട് അവർ പറയുമായിരുന്നു, നീ സമ്മതിക്കണം, എല്ലാം നീ എന്നെ ചെയ്തത്, എല്ലാ കേസും നീ എന്നെ ചെയ്തത്, നീ സമ്മതിക്കണം എന്നെല്ലാം പറയുന്നത്. ഫോഴ്സാക്കിയിട്ട് സ്റ്റേഷനിൽ എത്തിയ പിന്നെ അവര് എന്നെ സ്റ്റേഷനിലും ഷോൾഡർ പിടിച്ചിട്ട് അടി അടിച്ചു, 2 അടി അടിച്ചിട്ട് പിന്നെ ബാക്കിലുള്ള പോലീസും എന്നെ അടിച്ചു. ഒരു പ്രതിനെ പോകുന്ന പോലെയാണ് അവര് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട്. 3 മണിക്കൂറിന് ശേഷം മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കാതായതോടെ രാത്രി 10 മണിയോടെ പോലീസ് സംഘം അജിത്തിനെ വീട്ടിലെത്തിക്കുകയായിരുന്നു. കാസർഗോഡ് ചെങ്കള EK നയനാർ ആശുപത്രിയിൽ അജിത്ത് ചികിത്സ തേടി. എന്നാൽ യുവാവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ബദിയടുക്ക പോലീസിന്റെ വിശദീകരണം. അതേസമയം അടക്കമോഷണ കേസിൽ യഥാർത്ഥ പ്രതികളായ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. പോലീസും ജയിലും ഒന്നും അനീഷിന് പുത്തരിയല്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ അയാൾ അകത്തായത് സ്പാ ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ്. എന്താണ് ആ പരാതിയുടെയും കേസിൻ്റെയും വസ്തുത? കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് മരട് പറയുന്നത്. ഒരു തെളിവുമില്ലാതെ പോലീസ് സ്പാ ഉടമയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്നാണ് ആരോപണം. കോടതിയിൽ ഹാജരാക്കിയ അനീഷിനെയും കൂട്ടുപ്രതികളെയും 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലിയിലുള്ള സ്പാ ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ മരടനീഷിനെയും അനുയായികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മരടനീഷിനെ ചിത്രം കാണിച്ച് ഭയപ്പെടുത്തി സ്പായിൽ നിന്ന് പണപ്പെരുവ് നടത്താൻ അനീഷിന്റെ കൂട്ടാളികളായ അജിത്തും പ്രേംജിത്തും ശ്രമിച്ചുവെന്നതാണ് പരാതി. ഒരു തെളിവുമില്ലാത്ത കേസാണെന്ന് കോടതിയിൽ ഹാജരാക്കവേ അനീഷ് പറഞ്ഞു. നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടതിനെ പറ്റി? ഇതിലിപ്പോ എന്റെ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതിനെന്തിനാ എന്നെ കസ്റ്റഡി പോലും എടുക്കണെന്തിനാ? അത് നാണം കെടുത്താനല്ലേ? പോലീസും സ്പാ ഉടമകളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കേസെന്ന് അനീഷിന്റെ അഭിഭാഷകൻ ഷമീൽ പറഞ്ഞു. ഈ സ്പാ അനധികൃതമായിട്ടുണ്ടാക്കുന്നതാണോ? ഇവർക്ക് പ്രോപ്പറായിട്ട് ലൈസൻസ് ഉണ്ടോ? പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടോ? ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗൂഢാലോചന എന്താണ്? ഗൂഢാലോചന ഈസ് വെരി മച്ച് സ്പെസിഫിക്. ഇദ്ദേഹം 27-ാം തീയതി മരട് പോലീസ് സ്റ്റേഷൻ മുമ്പാകെ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് മുമ്പാകെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ഇൻസ്റ്റാ മാനിയക്കുകൾ ഉണ്ടാക്കുന്ന പൈസകൾ ഇതുപോലുള്ള സ്പായ്ക്കും ഡ്രഗ് ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് ഈ എറണാകുളം പോലുള്ള ടൗണിൽ ഇതാക്കുന്നത്. അതിനകത്ത് സ്പാ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിയാണ് ഈ കേസിലെ ഡിഫാക്ടോ കംപ്ലൈന്റ്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ അനീഷിനെയും മറ്റ് പ്രതികളെയും 1 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. സംഭവത്തിന് ശേഷം സ്പാ ഉടമയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിക്ക് ശേഷം മൈസൂരിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് അനീഷും സംഘവും തൃശൂരിൽ വെച്ച് പിടിയിലാകുന്നത്. ന്യൂസ് 18 കൊച്ചി. വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും പലപ്പോഴും വലിയ കലഹങ്ങൾക്കും ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമാകാറുണ്ട്. കർണാടകയിലെ റായ്ചൂരിൽ 10 രൂപയെ ചൊല്ലിയുള്ള വഴക്ക് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചു. പെട്രോൾ പമ്പിൽ നടന്ന ആക്രമണത്തിൽ 42-കാരനായ മേഘനാഥാണ് കൊല്ലപ്പെട്ടത്. പമ്പ് ജീവനക്കാരായ 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേഘനാഥിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബുധനാഴ്ച
ശനിയാഴ്ച രാത്രി റൈച്ചൂരിലെ ഹഞ്ചിനാല ക്യാമ്പിനടുത്തുള്ള പെട്രോൾ പമ്പിലായിരുന്നു സംഘർഷം. മഹേഷ് എന്നയാൾ പെട്രോൾ വാങ്ങിയ ശേഷം 10 രൂപ കുറച്ചു നൽകിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതേ ചൊല്ലി മഹേഷും പമ്പിലെ ജീവനക്കാരും തമ്മിൽ വഴക്കുണ്ടായി. മഹേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായ നാഗരാജും മേഘനാഥും വഴക്ക് തടയാൻ ശ്രമിച്ചു. വഴക്ക് ഇടപെട്ടെന്ന് പറഞ്ഞ് പ്രതികൾ ചേർന്ന് മേഘനാഥിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പെട്രോൾ പമ്പ് ജീവനക്കാരായ രവി, വീരേഷ്, നരസിംഹ, മാരപ്പ, രമേശ്, പ്രവീൺ എന്നിവരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത്. വീരേഷും രവിയും വടികൊണ്ട് മേഘനാഥിന്റെ തലയിൽ അടിച്ചിരുന്നു. മഹേഷിനും നാഗരാജിനും പ്രതികളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മേഘനാഥിനെ റൈച്ചൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വ്യാഴാഴ്ച തലയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്നാണ് ഇടവനൂർ പോലീസ് പ്രതികളെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ബംഗളൂരു. തിരുവനന്തപുരം തിരുവല്ലത്ത് വാഹനാപകടത്തിൽ സുഹൃത്തുക്കളായ യുവാക്കൾ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. IT ജീവനക്കാരും സുഹൃത്തുക്കളുമായ നവീൻ സിബി, മൃദുല ആൻ ഉമ്മൻ എന്നിവർ സഞ്ചരിച്ച ബൈക്ക് ഡിവൈഡറിലിടിച്ച് അപകടത്തിൽപ്പെട്ടുവെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ ഇവർക്ക് പിന്നാലെ വന്ന കാർ തട്ടിയുണ്ടായ അപകടമെന്നാണ് കണ്ടെത്തൽ. കാർ ഡ്രൈവർ മാറനല്ലൂർ സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിൻ്റെ ഹാൻഡിലിൽ വിഷ്ണുവിൻ്റെ കാറിൻ്റെ പെയിൻറ് കണ്ടതാണ് പോലീസിന് സംശയം തോന്നാനും തുടരന്വേഷണം നടത്താനും ഇടയാക്കിയത്. അതേസമയം അപകടം യാദൃശ്ചികമാണെന്നും പേടിച്ചതുകൊണ്ടാണ് ഈ വാഹനം നിർത്താതെ പോയെന്നുമാണ് വിഷ്ണുവിൻ്റെ മൊഴി. IT ജീവനക്കാരും സുഹൃത്തുക്കളുമായ നവീൻ സിബി, മൃദുല ആൻ ഉമ്മൻ എന്നിവർ സഞ്ചരിച്ച ബൈക്ക് തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം നിയന്ത്രണം തെറ്റി ഡിവൈഡറിലിടിച്ചാണ് അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ ബൈക്കിന്റെ ഹാൻഡിലിൽ കണ്ട പെയിന്റിൽ പോലീസിന് സംശയം തോന്നിയതാണ് കേസിൽ വഴിത്തിരിവായത്. ബൈക്കിന് പിന്നിൽ കാർ തട്ടിയതാണ് അപകട കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കാർ ഓടിച്ച മാറനല്ലൂർ സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. ബൈക്കിൽ തട്ടിയ കാർ നിർത്താതെ പോവുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കാർ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അപകടത്തിന് മുമ്പും തുടർന്നും തിരുവല്ലം ഭാഗത്ത് നിന്ന് കോവളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. നവീനും മൃദുലയും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിലായി ഒരു കാർ സഞ്ചരിച്ചിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ആ കാറിന്റെ നമ്പർ പിന്തുടർന്നുള്ള പരിശോധനയിൽ വിഷ്ണുവാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് തെളിഞ്ഞു. ഇതോടെയാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അപകട സ്ഥലത്തിറങ്ങിയാൽ ഓടിക്കൂടുന്ന ആളുകൾ ആക്രമിക്കുമെന്ന് ഭയന്നാണ് സ്ഥലത്ത് നിന്ന് പോയതെന്നാണ് വിഷ്ണു പോലീസിനോട് പറഞ്ഞത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ടെക്നോ പാർക്കിലെ IT കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു എറണാകുളം സ്വദേശിയായ നവീൻ. കിൻഫ്രയിലെ IT ജീവനക്കാരിയായിരുന്നു തൊടുപുഴ സ്വദേശി മൃദുല. വ്യാഴാഴ്ച നവീന്റെ ജന്മദിനമായിരുന്നു. ജന്മദിനം ആഘോഷിക്കാൻ ബൈക്കിൽ കോവളം ഭാഗത്തേക്ക് പോയപ്പോഴാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. മൃദുല അപകട സ്ഥലത്ത് വെച്ചും നവീൻ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവുമാണ് മരിച്ചത്. കോളേജ് പഠനകാലം മുതൽ സുഹൃത്തുക്കളാണ് ഇരുവരും. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം അത്തിപ്പറ്റയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ കള്ളനാണ് ജാഫർ. ചെമ്പ് പാത്രങ്ങൾ മുതൽ സ്വർണം വരെ മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി. രാത്രിയിൽ വീട്ടുമുറ്റത്ത് പാത്രങ്ങൾ കണ്ടാൽ ജാഫർ അത് മോഷ്ടിക്കും. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചെമ്പ് പാത്രങ്ങളാണ് കവർന്നത്. കേസിലെ എടയൂർ സ്വദേശി ജാഫറും കൂട്ടാളികളും പോലീസിന്റെ പിടിയിലായി. പാത്രങ്ങൾ വിൽക്കാൻ സഹായിച്ച കുറ്റത്തിനാണ് മറ്റു 3 പേരെയും അറസ്റ്റ് ചെയ്തത്. രണ്ടാഴ്ചയിൽ
വർഷത്തിലധികമായി അത്തിപ്പറ്റ പുന്നാംചോല മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ പാത്രക്കള്ളന്മാരാണ് വളാഞ്ചേരി പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ വലയിലായത്. അത്തിപ്പറ്റ സ്വദേശി പട്ടന്മാർതൊടി റഷീദിന്റെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന 3 ചെമ്പുപാത്രങ്ങളും ചെമ്പുവയറുകളും മോഷ്ടിച്ച പ്രതിയെയും മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച മറ്റു 3 പേരെയും അറസ്റ്റ് ചെയ്തു. പിടിയിലായ 4 പേരും അത്തിപ്പറ്റ നിവാസികൾ തന്നെയാണ്. അത്തിപ്പറ്റ സ്വദേശി പട്ടന്മാർതൊടിയിൽ ജാഫർ അലി, മോഷണ മുതലുകൾ വിൽക്കാൻ സഹായിച്ച മനക്കൽ പടിച്ചിറക്കൽ ഷമീർ, അത്തിപ്പറ്റ പെരുമ്പറമ്പിൽ ഷമീർ, അത്തിപ്പറ്റ പാലശ്ശേരി ഷറഫുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ ജൂൺ 26-നാണ് സംഭവം. റഷീദിന്റെ വീട്ടിലെ സ്റ്റോർ റൂമിലും പുറത്തുമായി സൂക്ഷിച്ചിരുന്ന 3 ചെമ്പുപാത്രങ്ങളും ചെമ്പുവയറുകളുമാണ് മോഷ്ടിക്കപ്പെട്ടിരുന്നത്. ഇതിനു പിന്നാലെ തുടർച്ചയായി മോഷണങ്ങൾ നടന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരുന്നു. പ്രദേശത്ത് നിന്ന് CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ സമാനമായ കളവുകൾ നടത്തിയിരുന്ന മുൻ കുറ്റവാളികളെ നിരീക്ഷിച്ചും പഴയ പാത്രങ്ങളും ആക്രി സാധനങ്ങളും വാങ്ങുന്നവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജാഫർ അലിയാണ് മോഷ്ടാവെന്ന് മനസ്സിലായത്. ജാഫർ അലി മുൻപ് കുറ്റിപ്പുറത്തെ ക്വാർട്ടേഴ്സിലും ഇതേ രീതിയിൽ മോഷണം നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം പത്തനാപുരത്ത് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച അയൽവാസികളായ അച്ഛനും മകനും. അയൽവാസികളുടെ ശല്യമൊഴിവാക്കാൻ വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചതാണ് പ്രകോപന കാരണം. സംഭവത്തിൽ അയൽവാസിയായ സുനിൽകുമാർ അറസ്റ്റിൽ. കുംഭമേള വൈറൽ പെൺകുട്ടിക്ക് അനുവദിച്ച പോലീസ് സംരക്ഷണം ഹൈക്കോടതി റദ്ദാക്കി. ഹർജിക്കാരിയായ പെൺകുട്ടിയെ അവർ നൽകിയ ഫോൺ നമ്പറിലോ വിലാസത്തിലോ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ലെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇടക്കാല ഉത്തരവ് പിൻവലിച്ചത്. എന്നാൽ സംരക്ഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടി രേഖാമൂലം അപേക്ഷ നൽകിയാൽ ആവശ്യമായ സുരക്ഷ നൽകാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഓമശ്ശേരിയിലെ സൂപ്പർ മാർക്കറ്റിൽ പെപ്പർ സ്പ്രേ അടിച്ച് മോഷണശ്രമം നടത്തിയയാളെ കൈയോടെ പിടികൂടി നാട്ടുകാർ. പിടിയിലായത് ചേമ്പുകടവ് സ്വദേശി ടോണി ജോൺ. കണ്ണൂരിൽ വ്യാജസ്വർണം വിൽക്കാൻ ജ്വല്ലറിയിലെത്തിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഴപ്പിലങ്ങാട് മൊയ്തുപാലം സ്വദേശികളായ അബ്ദുൾ റസാഖ്, മുഹമ്മദ് റൈഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മുറിവ് തുന്നിക്കെട്ടാൻ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് 1.5 വയസ്സുകാരന് മസ്തിഷ്കാഘാതം സംഭവിച്ചതായി പരാതി. സംഭവത്തിൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് പട്ടാമ്പി വാടാനാംകുറിശ്ശിയിൽ ഉറക്കഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച വയോധിക ദമ്പതിമാരിൽ ഒരാൾ മരിച്ചു. ശബരി നിവാസിൽ 71-കാരി പുഷ്പലതയാണ് മരിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടും വിട്ടുമാറാത്ത അസുഖവും കാരണം ജീവനൊടുക്കുന്നതായി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. നഷ്ടപ്പെട്ട 50 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമകൾക്ക് തിരികെ നൽകി ഒറ്റപ്പാലം പോലീസ്. കഴിഞ്ഞ 6 മാസത്തിനിടെ നഷ്ടപ്പെട്ട ഫോണുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കണ്ടെത്തിയത്. കാസർഗോഡ് റാണിപുരത്ത് കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. 2 കാറുകളിലെത്തിയ കർണാടക സ്വദേശികളായ യുവാക്കളുടെ അപകടയാത്രയിൽ രാജപുരം പോലീസ് കേസെടുത്തു. പിള്ളേർ ജിമ്മിലും കായിക വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാകും. മദ്യവും ലഹരിയുമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാമെന്ന് കായിക താരങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. ആലുവ എടത്തല സ്വദേശിയും ജിം ട്രെയിനറുമായ മുഹമ്മദ് സാദിഖ് ഏതാനും നാളുകൾക്ക് മുൻപ് വരെയും ബോഡി ബിൽഡിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. ആ കാലയളവിൽ മിസ്റ്റർ എറണാകുളം കിരീടം വരെ സ്വന്തമാക്കി. പിന്നീട് എപ്പോഴാണ് സാദിഖിൻ്റെ ജീവിതം കൈവിട്ടു പോയെന്ന് കൂടി അറിയണം. ഒരു സുഹൃത്തിനൊപ്പം ചേർന്ന് കൗതുകത്തിന് തുടങ്ങിയ ലഹരി ഉപയോഗം തുടർന്ന് കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാരനായി സാദിഖ് മാറുന്നു. കഴിഞ്ഞ ദിവസം 390 ഗ്രാം MDMA-യുമായി പിടിയിലായതോടെ യുവാവിൻ്റെ ഉന്നത ബന്ധങ്ങളും അവരുമായുള്ള ഇടപാടുകളും പുറത്തുവരികയാണ്. കൊച്ചിയിലെ ഉന്നതരായ പലരും സാദിഖിൻ്റെ ലഹരി വലയിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജിമ്മുകളുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.